ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ? എങ്ങനെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ളത്? എങ്ങനെ ഡിനോട്ട് ചെയ്യാം? A ഒരു മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് നമ്മൾ എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്? 2x മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പഠിച്ചില്ലേ നേരത്തെ? പിന്നെ അടുത്തത് 3/3 മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ അതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ള ഇതായിട്ട് അടുത്ത് പഠിക്കാം. ഇവിടെ സഫിക്സ് ആയിട്ട് വരുന്ന കാര്യമില്ലേ I plus j into ഫസ്റ്റ് ഏതാ എലിമെന്റ് a11 അല്ലേ a11 പിന്നെ നമ്മൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു റോ സെലക്ട് ചെയ്യും റോ അല്ലെങ്കിൽ കോളം ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തേക്കുന്നത് ഫസ്റ്റത്തെ ഏതാണ് റോ ആണ് അപ്പോൾ നമ്മൾ ഈ റോ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത് ആദ്യത്തെ എലിമെന്റ് കണ്ടുപിടിക്കാൻ പോണത് ഫസ്റ്റ് നമ്മൾ റോ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ എലിമെന്റ് എന്ത് ചെയ്യണം -1 whole raised to I plus j a11 പിന്നെ ബാക്കിയുള്ള ഇത് ഉൾപ്പെടുന്ന റോയെ കോളെ നമ്മൾ എന്ത് ചെയ്യണം എക്സ്ക്ലൂഡ് ചെയ്ത് കളയണം അപ്പോൾ ഈ a11 ഉള്ള റോ ഏതാ ഇത് നമ്മൾ കളഞ്ഞ് ബാക്കി ഇത് കോളം അല്ലേ ഇത് നമ്മൾ കളഞ്ഞു ബാക്കിയുള്ള എലമെന്റ്സ് ഏതാ ഈ 4 എലമെന്റ്സ് ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത് എന്താണ് കണ്ടുപിടിക്കുന്നത് a22 a33 മൈനസ് അപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് അല്ലേ അടുത്ത എലമെന്റ് വന്നത് -1 whole raised to I plus j into അടുത്തത് നമ്മൾ ഈ ഒരു എലമെന്റ് എടുക്കണം അപ്പോൾ ഇതായിരിക്കുന്ന റോയും കോളം നമ്മൾ കളയണം അപ്പോൾ ഈ റോയും പോയി ഈ കോളവും പോയി ബാക്കി എന്താ a22 a33 a23 a31 ഈ 4 എലമെന്റ്സ് ആയല്ലേ അതിന്റെ ഡിറ്റർമിനന്റ് ആണ് കണ്ടുപിടിക്കുന്നത് അടുത്തത് പ്ലസ് -1 whole raised to I plus j ഈ I plus j എന്ത് സാധനം നമ്മൾ എടുക്കുന്ന ആ എലമെന്റിന്റെ സഫിക്സ് ആയിട്ട് പിന്നെ a13 വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം അപ്പോൾ അതെല്ലാം റോയും കോളവും മാറ്റി അപ്പോൾ അതെല്ലാം റോയും കോളവും നമ്മൾ മാറ്റിയിട്ട് ബാക്കിയാണ് കേട്ടോ ഇത് നോക്കിക്കേ നമ്മൾ ഫസ്റ്റ് a11 എലമെന്റ് അല്ലേ അപ്പോൾ ഇവിടെ I plus j എന്താ -1 whole raised to 2 വരും അല്ലേ അതെന്താ പ്ലസ് ആയിരിക്കും അപ്പോൾ അടുത്ത നോക്കിക്കേ -1 whole raised to 1 plus 2 ആവും അതെന്താവും മൈനസ് അപ്പോൾ എങ്ങനെ വരും സൈൻ എങ്ങനെ വരും ഒരെണ്ണം പ്ലസ് മൈനസ് പ്ലസ് മൈനസ് അങ്ങനെ വരും അപ്പോൾ അത് ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തുകൊണ്ട് അങ്ങനെ വരില്ല ഓരോ റോ മാറുന്നതിനനുസരിച്ച് മാറും കേട്ടോ നമുക്ക് ഏത് റോ വേണമെങ്കിലും എടുക്കാം ഏത് കോളം വേണമെങ്കിലും വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യാം
ഈ ഒരു മെട്രിക്സിൽ നമുക്ക് ഏത് കോളം വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് വരുന്നത്? തേർഡ് കോളം അല്ലേ? അപ്പൊ നമ്മൾ ഇത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യണം കേട്ടോ. ഇതെങ്ങനെ കണ്ടുപിടിക്കാമല്ലോ? ഫസ്റ്റ് ഇവാലുവേറ്റ് ദി ഡിറ്റർമിനന്റ്. ഒരാളുണ്ടല്ലേ? രണ്ടുപേരും ഈ രണ്ട് ഡിറ്റർമിനന്റ് എന്താ സെയിം ആണ്. അപ്പൊ ആദ്യത്തിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. എക്സ്പാൻഡ് ചെയ്തിട്ട് എന്താ 3 × 1 മൈനസ് x × x x². അപ്പൊ ഇക്വേഷൻ കിട്ടിയില്ലേ? ഇവിടെ അതുപോലെ തന്നെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. അതിന്റെ x ന്റെ വാല്യൂ കിട്ടും. എന്താ ഡിറ്റർമിനന്റ്? അപ്പോൾ ഇത് ഉണ്ടായില്ലേ? 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആണ് ആ ഇക്വേഷൻ പറഞ്ഞത്. ഇവിടെ ടെക്സ്റ്റ് ഉണ്ടാവും. അപ്പൊ ഇത് ഏത് റോ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, ഏത് കോളം വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഫസ്റ്റ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തത്. നമുക്ക് ഫസ്റ്റ് കോളം ചെയ്യാം, സെക്കൻഡ് കോളം ചെയ്യാം, അങ്ങനെ. അപ്പൊ അതനുസരിച്ച് ഐ പ്ലസ് സഫിക്സ് മാറും, ആ നെഗറ്റീവിന്റെ ഇത് മാറും കേട്ടോ. അപ്പൊ അതനുസരിച്ച് ഫസ്റ്റ് കഴിഞ്ഞ എക്സാമ്പിൾ 4 ഏരിയ അതിനകത്ത് മനസ്സിലായ അപ്പൊ എക്സാമ്പിൾ എഴുതാ. എക്സാമ്പിൾ 3 ചെയ്യാം. ഫസ്റ്റ് 3 ചെയ്യാം, 5 ചെയ്യാം. ഓക്കെ
Plus or minus. റൂട്ട് ഇതിലൊരു അഞ്ച് വേണം. എല്ലാത്തിനും Plus or minus. പ്ലസ് ഓർ മൈനസ് വരാം. വേരിയബിൾസ് എങ്ങനെയാണ് ലാസ്റ്റ് അവസാനം എങ്ങനെ സൈൻ ആൽഫ സൈൻ ആൽഫ സൈൻ തീറ്റ കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ രണ്ട് സെയിം തന്നെ രണ്ടാമത്തെ കൊടുത്ത് കളയണം. അപ്പൊ എന്ത് വരും എന്തായാലും 0. ആ ചെയ്താടാ പുറകെ ഇരിക്കുന്നത്. ഫോറിലെത്തി. ഏതെടുത്തിട്ടുണ്ട് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ ഡിറ്റർമിനന്റ് ഓഫ് 2 into a. അപ്പൊ ആദ്യം 2 വെച്ചിട്ട് ഈ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. അത് ഇതിനോട് ഈക്വലാണ് കണ്ടുപിടിക്കേണ്ടത്. is equal to ഇതാണ്. അയ്യോ സോറി 3a ആണ്. ഏതാണ് ക്വസ്റ്റ്യൻ? ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. ഓ a is equal to 101. 3a. അപ്പൊ 3 യോട്ട് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഇവിടുത്തെ എന്താ ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചിട്ട് ഡിസ്റ്റർബൻസ് രണ്ടും ഈക്വലാണ് കണ്ടുപിടിച്ചത്. ചെയ്യാലോ.
ശരിയായില്ലടാ. അവൻ നാട്ടിലാണ്. ഫോർത്തൊന്നും കിട്ടിയാ ഇതല്ല അല്ലല്ലോ 5 ആണ് കൊടുത്തിരിക്കുന്ന ആൻസർ. അല്ലല്ലോ പുറത്തിന് 5 കൊടുത്തിരിക്കുക. ടെക്സ്റ്റില് 5 കൊടുത്തിരിക്കുക. 4.15 5 ആണ് ആൻസർ. ഇനി എന്താ ചെയ്യും? അതായത് റോറ്റ് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യും. എക്സ്പാൻഡ് ഓൺ റോറ്റ് minus plus one into minus minus two. Minus two. That's plus two. Minus two plus 0 minus 6. 6 is minus.
എപ്പോഴും സീറോ ഉള്ളത് വെച്ച് കൺസിഡർ ചെയ്യാൻ നോക്കണം. ഇവരൊക്കെ സീറോ വെച്ചിട്ടാണ് ഫസ്റ്റ് റോയിൽ സീറോ പക്ഷെ എന്നാലും അത് അവൻ 5 കിട്ടണ്ടല്ലോ ഫസ്റ്റ് കൊടുത്താലും ഡിറ്റർമിനേറ്റ് ചെയ്ത് എങ്ങനെയെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണം. അതല്ല പക്ഷെ അവനപ്പോ 5 കിട്ടണ്ടല്ലോ അവരവിടെ കുറച്ച് പേര് വേറെ ക്വസ്റ്റ്യൻ തിരിച്ചു ഏത് വെച്ച് എക്സ്പാൻഡ് ചെയ്തോ? സീറോ ആണല്ലോ ഈ എക്സസൈസ് കൂടെ ഞങ്ങൾ ക്ലാസ് അതെന്റെ നോക്കി ഓക്കെ മാറ്റിയാ ഇത് എക്സസൈസ് കൂടെ ഞങ്ങൾ ക്ലാസ് ചെയ്യും സെവൻത്ത് കേട്ടു ഫസ്റ്റ് മണ്ണിൽ വരും മണ്ണിൽ വരും അടുത്തൊരു ഇമ്പ്രൂവ്മെന്റ് അതിലേക്ക് പോസിറ്റീവ് പ്ലസ് വൺ മൈനസ് ടു പ്ലസ് വൺ മൈനസ് ടു
എനിക്കെന്താ പിന്നെ സിക്സ്ത് എടാ എത്ര കിട്ടിയടാ അല്ല ടു പോലെ എന്താ ആരുടെ ക്വസ്റ്റ്യൻ തരുന്നത്? അല്ല എന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് ഇതിന്റെ ആൻസർ -12 അല്ലേ? ഇതാ 5. Five. Next question ന്റെ 0 75 മൈനസ് minus പ്ലസ് ഓർ മൈനസ് റൂട്ട് 3 second 2 കഴിഞ്ഞോ? question ന്റെ ആൾക്കാരുടെ question തന്നെ പറഞ്ഞാൽ ഈ എക്സാമിന് ഇങ്ങനെയൊക്കെ തെറ്റിച്ചെടുക്കാൻ ഞാനൊരാളെ നോക്കി എന്നെ അല്ല ഞാൻ 2 തൊട്ടത് 0 ഇട്ടിട്ടുണ്ട്. അതാ ഞാൻ പറയാം ടെക്സ്റ്റ് ഒക്കെ ചെയ്താൽ മതി അടുത്തിരിക്കുന്ന ആൾക്കാർ നോക്കിയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുവന്ന് നിങ്ങൾ ക്ലാസ്സിൽ എങ്ങനെയാ പഠിപ്പിക്കുന്നത്? ക്ലാസ്സിൽ എങ്ങനെ എച്ചെന്തിൽ ബുക്ക് കിട്ടുന്നുണ്ട് ഈസി ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മറ്റുള്ളവർ കൊണ്ടുപോകും. മിസ് എന്നാലും മോഡി PDF സ്ക്രീൻ സിക്സ് കഴിഞ്ഞിട്ട് സാർ എനിക്ക് സാറിലേക്ക് അപ്പൊ നമ്മൾ അടുത്ത പഠിക്കാൻ മൈനർ ആൻഡ് കോഫാക്ടർ ആണ് കേട്ടോ. അപ്പൊ നമ്മളോട് ഒരു എലമെന്റിന്റെ മൈനർ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ ഈ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ 6ന്റെ മൈനർ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കണം. മൈനർ ആകുമ്പോൾ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാതിനാ? n കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ഈ 6ന്റെ പൊസിഷൻ എന്താ? 2 3 2 3 അല്ലേ? അപ്പൊ m23 കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 6 ഉള്ള റോയും കോളയും നമ്മൾ എന്ത് ചെയ്യണം? എക്സ്ക്ലൂഡ് ചെയ്ത് കളയാം. ബാക്കിയുള്ളതിന്റെ എന്താ 1 into 8 minus 7 into 2. അപ്പൊ എത്ര കിട്ടും? -6 8 minus 40. അപ്പൊ അതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? മൈനർ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കേ. ഇതിനകത്ത് തന്നെ കേട്ടോ എഴുതിക്കോ. ഈ ഒരു minor of element
മൈനർ, അതായത് ഫസ്റ്റ് എലമെന്റിന്റെ മൈനർ എന്തായിരിക്കും? 4 ആയിരിക്കും. അപ്പൊ അതുള്ള റോയും കോളും മാറ്റി ബാക്കിയുള്ളത് 4 ആണ്. അപ്പൊ M22 എന്തായിരിക്കും? 3. അടുത്തത് എക്സാമ്പിൾ 20 കേട്ടോ. Find the minor and cofactor of all of the elements. ഞാൻ എത്ര എഴുതിയ ക്വസ്റ്റ്യൻ? എക്സാമ്പിൾ -2 4 മൈനർ കോഫാക്ടർ കണ്ടുപിടിക്കുന്നത് എല്ലാത്തിൻ്റെ അല്ല മൈനർ മാത്രം. Find the minors of all the elements of the determinant. ഇതിന് നമുക്ക് എല്ലാ എലമെന്റ്സിന്റെയും മൈനർ കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ എലമെന്റ് എന്താ? M11. അപ്പൊ അതെല്ലാം റോയും കോളും മാറ്റി. അപ്പൊ M11ന്റെ മൈനർ ഏത് വരും? ഈ ഫസ്റ്റ് എലമെന്റിന്റെ മൈനർ എന്ന് പറയുന്നത് 3 വരും അല്ലേ? അടുത്തത് M12. M12 ഏതാ? ഈ എലമെന്റ് അല്ലേ? അപ്പൊ ഇതിന്റെ മൈനർ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതെല്ലാം റോയും കോളും മാറ്റുക. ബാക്കി ആരാ ഉള്ളത്? 4. അപ്പൊ M12 എന്ത് കിട്ടും? 4. അതുപോലെ M21 M22 കേട്ടോ. M22 എത്ര കിട്ടി? M21 എത്ര കിട്ടി? -2. ഇനി നമ്മൾ ഈ മൈനർ യൂസ് ചെയ്തിട്ടാണ് എന്ത് കണ്ടുപിടിക്കുന്നത്? കോഫാക്ടർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കോഫാക്ടർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ AIJ വെച്ചിട്ടാണ് കോഫാക്ടർ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ AIJ ക്യാപിറ്റൽ AIJ വെച്ചിട്ടാണ് ഫസ്റ്റ് എലമെന്റിന്റെ കോഫാക്ടർ കണ്ടുപിടിക്കാൻ നമുക്ക് എപ്പോഴും എന്ത് വേണം? മൈനർ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ? കോഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് എലമെന്റിന്റെ കോഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ A11 എന്ന് ഡിനോട്ട് ചെയ്തു. അതിന്റെ ഇക്വേഷൻ ആണ് -1 whole raised to I plus j into M11. -1 എന്താ? സാധാരണ -1 I plus j എന്ന് പറയുന്ന സഫിക്സ് അല്ല അതിന്റെ. അപ്പൊ ഇവിടെയാണ് ഇത് തന്നെയായിരിക്കും ഇവിടെ വരുന്നത്. അപ്പൊ ഇവിടെ എന്ത് വരും? -1 whole raised to 2 into M11. M11 എന്താ ഇവിടെ? 3 ആണ് വിളിച്ചത്. അപ്പൊ ഈ ഒരു മെട്രിക്സിന്റെ കോഫാക്ടേഴ്സ് എല്ലാം കണ്ടുപിടിച്ചെന്നു. അതാണ് കണ്ടുപിടിച്ചാൽ മക്കളെ കണ്ടുപിടിക്കുക. സെക്കൻഡ് ലാസ്റ്റ് എനിക്കറിയില്ല I3 അല്ലേ I3 കണ്ടുപിടിക്കണ്ടോ അതെ I3
ആ, അത് പിന്നെ അടുത്തത്. അതാണ് എക്സസൈസ് 4.3. 4.3 ആണ് ഇത്. അത് 100. കോൺവെർസേഷനിലുള്ള 4.4 അത് ന്യൂമറിക്സ്
സെക്കൻഡ് ക്വസ്റ്റിൽ M1 വന്നിട്ട് ഫസ്റ്റിൽ M1 എത്ര കിട്ടിയാ? 1 അല്ലേ? പിന്നെയല്ല 0 M3 മാത്രം അല്ല M22 ഉണ്ട് M21 ആ. M22 ആണ് M33 ആണ് ബാക്കി Four factor of A11ന്റെ A11ന്റെ 1 അല്ല? A22 ആണ് A22 ആണ്. A33 ആണ് A33 ആണ്. ബാക്കിയെല്ലാം ബാക്കിയെല്ലാം zero. Four factor പറഞ്ഞില്ലേ? ഈ ഏത്? A11 1 A22 1 A33 1 ബാക്കിയെല്ലാം 0. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ കേട്ടോ. M11 ആ അതാണോ? അതെ M12 6 ആ M13 3 M21 minus 4 M22 2 M23 1 M31 minus 20 M32 minus 30 M33 5 ഇത്രയല്ലേ ഉള്ളൂ. ഒരു കോകാക്ട് നിനക്ക് ഞാൻ കിട്ടണ്ട ഓർമ്മ ശരിയുണ്ടോ? A11 11 ആ A12 minus 6 A13 3 A21 4 A22 2 A23 minus 1 A31 minus 20 A32 30 A33 5 പനി തുടങ്ങിയല്ലേ അതിലെ പനി തുടങ്ങിയല്ലേ എല്ലാം രണ്ടാഴ്ച നിനക്ക് ചോറ് എടുത്തിട്ടാണ് പഠിക്കണോ ഒരു 18ലേക്ക് ഒരു പനി അതാണല്ലേ അവരെന്തേലും പറഞ്ഞാൽ ഞാനായിരിക്കില്ല എടാ അവരെ റെസ്പോൺസിബിലിറ്റി എടുത്തോളൂ ഏതെടുക്കലേട്ടാ എഴുതിയിരിക്കുന്നത് എന്തെടുത്താ അതിൽ ലൈൻ ഓഫ് ചെയ്യണം അതെ ഇവൻ പറഞ്ഞു ഫാൻ ഓക്കെ കഴിഞ്ഞോ 6 മണിക്ക് വീട്ടിൽ പോകും 6 മണിക്ക് വീട്ടിൽ പോകും ആർക്ക് 6 മണിക്ക് വീട്ടിൽ പോകും ആര് ട്യൂഷൻ നേരത്തെ തുടങ്ങി. 4:30 തുടങ്ങിയത് അത് പോഷൻ തീരാത്തോണ്ടിട്ടാ നിങ്ങൾക്ക് ക്ലാസ്സിൽ മുമ്പിൽ പോകുന്നത് ഓക്കെ നമ്മള് ഇതിന്റെ ഈ ക്യാപിറ്റൽ A1 എന്ന് പറഞ്ഞ എന്താ കോഫാക്ടർ ഇതെന്ന് പറഞ്ഞാൽ A11 ഫസ്റ്റ് എലമെന്റ് അല്ലേ അപ്പൊ ഈ ഫസ്റ്റ് എലമെന്റ് നമ്മൾ എഴുതി അത് വെച്ചിട്ട്
നമ്മൾ അതിന്റെ ഓരോന്നിനെ കോഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന എന്തായിരിക്കും? ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആയിരിക്കും കിട്ടുക. ഇതിന്റെ ഡിറ്റർമിനന്റ് ഇതിനോട് ഈക്വൽ ആണ് എന്ത്? ഈ ഒരു സാധനം. മൈനർ കണ്ടുപിടിച്ച് കോഫാക്ടർ കണ്ടുപിടിച്ച് വെക്കുക ഫസ്റ്റ് എലമെന്റിന്റെ. ഈ ഫസ്റ്റ് റോ എലമെന്റ് അപ്പൊ അതിന് നല്ലത് മറ്റേതുപോലെ ചെയ്താൽ മതിയായിരുന്നു. അപ്പൊ ഇവര് പ്രൂഫ് ആയിട്ട് വെക്കുന്നത് അപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇത് വേണമെങ്കിൽ സെക്കൻഡ് റോ വെച്ച് ചെയ്യാം. അപ്പൊ എങ്ങനെ വരും? A21 പിന്നെ ക്യാപിറ്റൽ A21 പ്ലസ് A22 ക്യാപിറ്റൽ A2 അങ്ങനെ വരല്ലേ? A21 എന്താ? അപ്പൊ അവര് ഈ രീതിയിൽ ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഇതല്ലാണ്ട് നമ്മൾ വേറെ ഏത് A11ന്റെ കോഫാക്ടർ ആണ് ഇതല്ലേ? ഇതല്ലാണ്ട് വേറെ ഏത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്താലും 0 എന്തായിരിക്കും ഡിറ്റർമിനന്റ് വാല്യൂ? 0 ആയിരിക്കും. അപ്പൊ അതിന്റെ ഒന്ന് വെരിഫൈ ചെയ്യാനാ പറഞ്ഞേക്കണേ കേട്ടോ. ഇപ്പൊ ഇതിന് പകരം A31 നമ്മൾ എഴുതി, A32 ഇതൊക്കെ ഏതിന്റെ കോഫാക്ടർ? സെക്കൻഡ് റോയുടെ തേർഡ് റോയുടെ കോഫാക്ടേഴ്സ് അല്ലേ ഇത്? പിന്നെ A33 ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും കിട്ടുന്നത്? 0 ആയിരിക്കും. അത് വെരിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് എഴുതിക്കേ. പിന്നെ അതിന് ഒരു കോളവും ഒരു റോ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തത് എന്താ? ഒരു കോളവും ഒരു റോ എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തത് അങ്ങനെ ചെയ്താലും എന്തായിരിക്കും? 0 ആയിരിക്കും. അവസാനത്തെ -2 ആണ്. -7 ഇതാണ് പിന്നല്ല അത് വെരിഫൈ ചെയ്യണം. ഇവര് പറഞ്ഞത് റോ എടുത്താ വേറെ റോ വെച്ചിട്ട് തന്നെ ചെയ്താലേ 0 കിട്ടുള്ളൂ എന്നാ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. മറ്റേത് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ചോദിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ 0 കിട്ടുന്നുണ്ടാവും. താല്പര്യമുള്ളവർക്കൊന്നും വേണേൽ ചെയ്ത് നോക്കാം ഇത് കഴിഞ്ഞിട്ട്. ഓരോ പറഞ്ഞത് ഈ റോ അല്ലാണ്ട് ഒരു കോളം എടുത്തിട്ട് ചെയ്താൽ ഡിറ്റർമിനന്റ് ചെയ്യാം. അതെന്താണ് ഞങ്ങൾ വിശ്വസിക്കും. ഇതാണോ വെരിഫൈ ഉണ്ട് ഇപ്പൊ? ഇത് വരും. -1 raised to I plus j. -1 raised to I plus j. ഇതിലാരൊക്കെ ചെയ്യാൻ പോവാ? ഇതിപ്പോ മൈനർ കണ്ടുപിടിക്കാൻ പറ്റും. എന്ത് കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ മൈനർ കണ്ടുപിടിക്കണമല്ലോ. മൈനർ കണ്ടുപിടിക്കണം. പക്ഷെ അവരിങ്ങനെ പറയും ക്വസ്റ്റ്യൻ ഇല്ലേ, അപ്പൊ നീ ആ രീതി ചെയ്ത് വെച്ചാൽ എനിക്ക് 1 മാർക്ക് കിട്ടുള്ളൂ. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോക്കും മറ്റേ അവര് മെൻഷൻ ചെയ്തല്ലോ. അപ്പൊ ആ രീതി തന്നെ ചെയ്യണത് പറഞ്ഞത്. അപ്പൊ അല്ലാതെ നിനക്ക് 1 മാർക്ക് കിട്ടും. വരാൻ പോകാത്ത നിനക്ക് എന്ത് പറയും? ഏറ്റവും എളുപ്പമുള്ള ചാപ്റ്റർ ഇതൊക്കെ.
അതെ 0 ആണ് കിട്ടുന്നത്. ടെസ്റ്റ് കിട്ടിയോ? അടുത്ത എക്സസൈസ് 4.4 തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. അതിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, സെക്കൻഡ് റോ വെച്ചിട്ട് കോഫാക്ടർ കണ്ടുപിടിക്കാം. സോ അത് വെച്ചാൽ സെക്കൻഡ് റോ വെച്ച് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ആ, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഏത് പ്രശ്നമായിരുന്നു? 4.4 ഫോർത്ത് ക്വസ്റ്റ്യൻ കേട്ടോ. 4.4 അത് തേർഡ് കോളർ ആണ്. ഫോർത്ത് അല്ല തേർഡ് ക്വസ്റ്റ്യൻ കേട്ടോ. സെക്കൻഡ് റോ യെസ്. എനിക്ക് സാധനം കിട്ടുന്നു. എന്താ ചെയ്യണ്ടേ? സെക്കൻഡ് റോ വെച്ചിട്ട് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. മൈനർ കോഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത് കണ്ടുപിടിക്കണ്ടേ? ആ മൈനർ കോഫാക്ടർ ഞാൻ കോഫാക്ടർ വിളിച്ചു. മൈനർ കണ്ടുപിടിക്കണമെങ്കിൽ കോഫാക്ടർ കണ്ടുപിടിച്ചോ. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്നത്. കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് സെക്കൻഡ് റോ വെച്ച് ചെയ്യാനല്ലേ പറഞ്ഞത്. അപ്പൊ എങ്ങനെ വരും? A21 into capital A. A21 capital A21 plus A22 capital. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് -25 മൈനസ് എനിക്ക് സാധനങ്ങൾ കിട്ടുന്നു. 7 ആണ്. മൾട്ടിപ്ലിക്കേഷൻ 5ാം ക്ലാസ് 3ാം ക്ലാസ് ഉണ്ടായിരുന്നു. 4ാം ക്ലാസ് പഠിപ്പിക്കും. നിനക്ക് കിട്ടിയാ? നീ ഇതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. നിന്നെ എനിക്കൊന്ന് കാണണം. ഞാൻ സിമ്പിൾ മെത്തേഡ് ചെയ്തു. ഇത് കോഫാക്ടർ അല്ലേ? എനിക്ക് എത്ര കിട്ടി? എനിക്ക് -13 അവിടെ കിട്ടുമോ? 7 വരുള്ളൂ കേട്ടോ. ആൻസർ കിട്ടും. നിന്റെ ഡിറ്റർമിനന്റ്
കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ. പക്ഷെ എങ്ങനെ ചെയ്യണം? സെക്കൻഡ് റോ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് ചെയ്യണം. ഇനി ഒട്ടും പറ്റാത്ത ആൾക്കാർ ഇക്വേഷൻ എഴുതി വെക്കാം. കേൾക്കണ്ടാടാ? പക്ഷെ ഒരു മൈനർ കോഫാക്ടർ ചെക്ക് ചെയ്യും. അങ്ങനെ എന്തൊക്കെ മൈനർ കോഫാക്ടർ ചെയ്തോ? ഞാൻ കണ്ടുപിടിച്ചു. ഇങ്ങനെ കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു ടെർമിനൽസ് കണ്ടുപിടിക്കണ്ടേ? വേറെ വഴിയില്ല. ഇപ്പൊ കണ്ടുപിടിച്ച സാധനമല്ലേ A21 കോഫാക്ടർ കണ്ടുപിടിച്ചില്ലേ? അപ്പൊ ഈ സെക്കൻഡ് അല്ല 6 into ആ കോഫാക്ടർ. ഇത് ചെയ്യുമ്പോ നമുക്ക് അതിന്റെ എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് കിട്ടുമെന്നായി പറഞ്ഞേക്കണം. തേർഡ് റോ വെച്ചിട്ട് ഞാൻ ഇക്വേഷൻ മാറും. A31 ആവും കേട്ടോ. അങ്ങനെ കണ്ടുപിടിക്കാം. ശരി പറഞ്ഞിട്ടില്ല കെട്ടിയാവും. ഇതിന്റെ C1 C21 എത്ര കിട്ടിയാ? A21 ക്യാപിറ്റൽ A21 വെറുതെ 7 -7 ആണ് കിട്ടിയാ? അല്ല -14 ശരിയാ വെറും 7. എനിക്ക് പോസിറ്റീവ് സാധനമായിട്ട് A27 പിന്നെ 7 ഇതിനോട് ഇട്ട് കൊടുക്കും. A21 2 into ഇതല്ലല്ലോ ചെയ്തത്. മെട്രിക്സ് ആണ് എങ്ങനെ വെച്ചാലല്ലോ. Two into 7 plus 0 into 0 into 7 multiplication plus 1 into -7. ഞാനാ വന്ന ലാസ്റ്റ് കിട്ടില്ലേ നിനക്ക്? ഫൈനൽ ആൻസർ 7. ഇനി അടുത്ത ഏത്? ഫോർത്ത് ക്വസ്റ്റ്യൻ. തേർഡ് കോളം വെച്ചിട്ട് ചെയ്യാനാ പറഞ്ഞേക്കാം കേട്ടോ. അയ്യോ അയ്യോ എന്താ ആരാ പറഞ്ഞത്? ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ അവസാനം അത് ഇത് കഴിഞ്ഞിട്ട് പഠിപ്പിക്കാന്ന് ചോദിച്ചത്. ഏരിയ പഠിക്കാനല്ലേ? ഏരിയ ഇത് കണ്ടപ്പോഴേ ഇവിടെ y into y is അശേടാ ഞാൻ ഡയറക്ട്ലി അതിനകത്ത് കിട്ടിയാ?
ചെയ്തില്ലല്ലോ ചെയ്തു അത് കിട്ടും. എന്ത് പഠിച്ചു എന്തോ വീട്ടിലൂടെ ചെയ്തത് ഇതെന്തോ കോമൺ എടുത്തിട്ട് മൈനസ് അല്ല അത് എക്സ് നമുക്ക് മൈനസ് എക്സ് മൈനസ് സെറ്റ് നിർത്താൻ പറ്റും ആ ഏതോ സെക്കൻഡ് ബ്രാക്കറ്റിന്റെ എക്സ് മൈനസ് സെറ്റ് നിർത്താൻ പറ്റും 1 3 2 3 അല്ലേ സോ അത് -1/5 വരത്തില്ല സോ -x z അല്ലേ വരുന്നത് 1 3 സെറ്റ് മൈനസ് ij a13 a23 ഇതാണ് ഉദ്ദേശം അതല്ല x z ന്റെ പൊസിഷൻ ഇത് അത് അതിന്റെ പൊസിഷൻ 2 3 അല്ലേ ആ 2 3 സോ അപ്പോൾ -1 raised to എടാ അത് ചെയ്തിട്ടുണ്ട് ഇതല്ലേ ആ അടച്ചിട്ട് കറക്റ്റന്നെ കുഴപ്പമില്ല അങ്ങനെ പഠിച്ചു പഠിച്ചിട്ട് ഞാൻ പറയുന്നു ശരിയല്ലേ ചെയ്ത കറക്റ്റാ അത് -1/5 അപ്പൊ -1 അപ്പൊ -1 ഇൻറ്റു z മൈനസ് എക്സ് എക്സ് മൈനസ് z ഫസ്റ്റ് തേർഡ് കോളം വെച്ചിട്ടല്ലേ ചെയ്തത് ആ അപ്പൊ അതന്നെ കറക്റ്റന്നെ തേർഡ് കോളം ചെയ്തല്ലേ ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് എലമെന്റ് തേർഡ് പ്ലസ് മൈനസ് പ്ലസ് ആകല്ലേ നീ ഉദ്ദേശിച്ചത് ഇവിടെ പ്ലസ് മൈനസ് അതാണ് ഉദ്ദേശിച്ചത് അത് അത് നിങ്ങള് ഇതിന്റെ സാധനത്തിന്റെ ഇടയിൽ ആ ഒരു സംഭവം ഇല്ല മൈനസ് ഇത് നമ്മൾ എന്ത് വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്ത് ഇക്വേഷൻ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തു നീ ഉദ്ദേശിച്ച ഡിറ്റർമിനന്റ് വരുമ്പോഴാണ് -1 ഹോൾ റേസ്ഡ് ടു i പ്ലസ് j വരുന്നത് ഇതിലങ്ങനെ ഇല്ല കേട്ടാ പ്ലസ് നടുക്കല പ്ലസ് വന്നാൽ മതി കോഫാക്ടറിൽ മാത്രമല്ല ഒരു -1/5 കോഫാക്ടർ കാണുമ്പോൾ എനിക്ക് എന്തായാലും ഒരു മൈനസ് വരും അല്ല അപ്പൊ ക്യാൻസൽ ഔട്ട് ഇനി ഇത് ബാക്കിൽ ഓപ്പൺ ചെയ്തപ്പോൾ എന്ത് വന്നു yz സ്ക്വയർ yz സ്ക്വയർ മൈനസ് y സ്ക്വയർ z y സ്ക്വയർ z പ്ലസ് z സ്ക്വയർ പ്ലസ് z സ്ക്വയർ പ്ലസ് x z സ്ക്വയർ x സ്ക്വയർ z അല്ലേ ആ മൈനസ് xz സ്ക്വയർ പ്ലസ് xy സ്ക്വയർ മൈനസ് y ഇതിനെ കിട്ടിയത് കോമൺ എടുക്കണം ഇനി ഇത് ബ്രാക്കറ്റിലാക്കി ഒരുമിച്ച് ചെയ്തിട്ടോ പക്ഷെ വേറെ കോമഡി ഒന്നല്ല ഇന്റർചേഞ്ച് ചെയ്ത് ഈ YZ ന്റെ അല്ലാണ്ട് കോമൺ എടുത്ത് നമ്മൾ നേരത്തെ സ്റ്റെപ്പിൽ എന്നിട്ട് ഇതിന് നിങ്ങള് y അല്ലേ ഇന്റർചേഞ്ച് YZ പുറത്തെടുക്കാം ഇതിന് YZ കോമൺ പുറത്തെടുക്കാം അല്ല അപ്പൊ മുമ്പത്തെ സ്റ്റെപ്പ് അതിന്റെ വേറെ ലാസ്റ്റ് സ്റ്റെപ്പിൽ നിർത്തിയാൽ മതി അത് മതി അല്ലടാ ഇത് കഴിഞ്ഞ് ഞങ്ങളുടെ ക്ലാസ്സിൽ അങ്ങനെ തന്നെ അവിടെ തന്നെ ഞങ്ങളുടെ സ്കൂളിൽ വേറെ സാധനം. ഇത് ടോക്കിച്ച ഇത് free ഉണ്ടാ നിക്ക്. ഇതൊക്കെ കാണാൻ. ആ. ബിന്ദു മാർക്ക്
ഇതെന്തോ ടേംസ് ഇന്റർചേഞ്ച് ചെയ്ത് കളിക്കുന്നു. അതെ നമ്മളെ സ്കൂളിൽ ആ സ്റ്റെപ്പിൽ നിർത്തിയോ റീഗ്രൂപ്പ് ഇനി നമ്മൾ മൈനസ് വൈ സെറ്റ് കൊടുത്തെടുക്കണേ. അപ്പൊ അതൊന്നും ഇല്ലല്ലോ. മൈനസ് വൈ സെറ്റ് കൊടുത്തെടുക്കുമ്പോൾ എന്ത് വരും ഇവിടെ? സ്ക്വയർ ഇല്ലടാ. y മൈനസ് z വരും. തിരിച്ചു വരും. പ്ലസ് ഇവിടെ നിന്ന് x കോമ കൊടുത്തെടുക്കാം കേട്ടോ. x സ്ക്വയർ അല്ല x സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ അല്ല ഇവിടെ ഇവിടെ എന്താ ചെയ്യണമെന്നാ x സ്ക്വയറിന്റെ ടേം ഒരുമിച്ച് ചെയ്ത x ന്റെ ടേംസുകൾ ഇവിടെ അതാണ് group ചെയ്യണം ചെയ്യുന്നത്. കേട്ടോ. ഇവിടെ ഇതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. ബ്രാക്കറ്റിലുള്ള ഒരു ഇതൊക്കെ ഗ്രൂപ്പ് ചെയ്യേണ്ടത് മൈനസ് എക്സ് സ്ക്വയർ ആയോ ഓരത്തെ ടൈമിന് മൈനസ് എക്സ് സ്ക്വയർ വൈ സെറ്റ് ആണ് വൈ മൈനസ് സെറ്റ് അല്ലേ? വൈ മൈനസ് സെറ്റ് അല്ലടാ. അത് എക്സ് സ്ക്വയർ എടുത്ത് വൈ മൈനസ് സെഡ് അതല്ല അത് സെഡ് അല്ല വൈ പ്ലസ് സെഡ് അല്ല ഇവിടെ മൈനസ് അല്ലല്ലോ. ആ സോ രണ്ട് പോസിറ്റീവ് ആ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പുറത്തെടുക്കുമ്പോൾ രണ്ട് പോസിറ്റീവ് ആണ് സോ വൈ പ്ലസ് സെഡ് വൈ പ്ലസ് സെറ്റ് അല്ല വൈ മൈനസ് സെറ്റ് അല്ലേ? രണ്ട് നെഗറ്റീവ് ആണ് ഇപ്പൊ അകത്ത് മൈനസ് എക്സ് സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പൊ അത് മൈനസ് എക്സ് സ്ക്വയർ പുറത്തെടുക്കും. അപ്പോഴത്തേക്കും മൈനസ് എക്സ് സ്ക്വയർ ബാക്കിയുള്ളത് വൈ പ്ലസ് പ്ലസ് ഇസഡ്. ഓക്കെ ഇപ്പം ശരിയല്ലേ? നമുക്ക് സ്കിപ്പ് ചെയ്താലും അടുത്ത question വേണ്ട, വരും. വേണ്ട. ഇതാവുമ്പോ ചോദിച്ചാൽ exam. ഇല്ലില്ല, ഇതൊക്കെ ഒന്നും ചോദിക്കില്ല. ചോദിക്കണം. ആ ഇപ്പൊ മിസ് എന്നാലും ചോദിച്ചാലോ ഇത് നോട്ട്ബുക്കിൽ മിസ് കണ്ടുപിടി ഞങ്ങള് ഇതിലെന്താ തെറ്റ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആ, നമുക്ക് ഇതിന്റെ final നോട്ട് വീട്ടിലും അതിൽ ഇതിന്റെ കറക്റ്റ് ഇത് എക്സ്പ്ലനേഷൻ ഫോണില് ഡീറ്റെയിൽ byju's.com. ഞാൻ സെർച്ച് ചെയ്തോളാം. ക്ലാസ് 12 എന്തോ എക്സസൈസ് എൻസിആർടി ക്ലാസ് ആവശ്യമില്ല, class ൽ exercise ഗൂഗിൾ ലെൻസ് ആവശ്യമില്ല ആവശ്യമില്ല. അത് വെറുതെ ഫോട്ടോ എടുത്താൽ മതി, കിട്ടും. No need to type. പറഞ്ഞാൽ മതി. ഡിറ്റർമിനന്റോ ഡെൽറ്റ ഈക്വൽ ടു 1x കോമ്പണന്റ് പുറത്തെടുക്കാം. ഈ ബ്രാക്കറ്റിലുള്ള സാധനങ്ങൾ പുറത്തോട്ട് എടുക്കണം. എന്നിട്ട് അതിന് ഉള്ളിൽ അറേഞ്ച് Question number എന്താ? അങ്ങനെ എടുത്ത് വെച്ചിട്ട് കിട്ടും. കുറച്ചുകൂടി അടി പോവാ. അതേപോലെ വരാം. എന്നിട്ട് അതിനെ കോമൺ പുറത്തെടുക്കണം. ഇവിടെ ഇവിടെ എനിക്ക് കൺഫ്യൂഷൻ ഒന്നും പറഞ്ഞില്ല. y പ്ലസ് z ഞാൻ നോക്കുന്ന
ഞാൻ മരുന്ന് കുടിക്കുന്നത്. പുറത്തെടുക്കാറുണ്ട് നീ ഉപയോഗിക്കുന്ന എന്നിട്ട് കോമൺ പുറത്തെടുക്കും. പക്ഷെ അവിടെ y മൈനസ് ഇതാ വന്നത്. അത് ഞാൻ കണ്ടു. ഈ ക്വസ്റ്റ്യൻ ഇല്ലേ എന്താ ക്വസ്റ്റ്യൻ? ക്വസ്റ്റൻ എന്തി ക്വസ്റ്റ്യൻ ഇല്ല, ഇത് പുതിയ ക്വസ്റ്റ്യൻ ആണ്, ഈ വേണ്ടാത്ത അല്ല ഇത് പഴയ ടെക്സ്റ്റിലുണ്ടല്ലോ, 2 ടെക്സ്റ്റിലുണ്ടല്ലോ. എന്നാ ശരി ഗൂഗിൾ അനുസരിച്ച് ഞാൻ പറഞ്ഞു. ഇവിടെ മൈനസ് വരില്ല, ഇവിടെ പ്ലസ് അല്ലേ വരില്ല. നോക്കിക്കേ, അതാണ് എക്സ് സ്ക്വയർ റിസെറ്റ് ഇവിടെ പ്ലസ് വരുള്ളൂ കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യണം. ആ സുഖം അസുഖം അസുഖമല്ല. മിസ് ഇത്ര മതി. മെത്തേഡ് നമുക്ക് വീട്ടിൽ പോകും. അത് മതി. എടാ ഇത് നോക്കിക്കേ, പിന്നെ ചെയ്യും. ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് അപ്പൊ y z സ്ക്വയർ പിന്നെ y സ്ക്വയർ z ഇവിടെ എന്ത് വരും? Z സ്ക്വയർ Z സ്ക്വയർ മിസ് വേറെ ഉപയോഗിക്കട്ടെ. ഇവിടെ ഒരു എക്സ് പുറത്തു വന്നാലേ പിന്നെ എവിടെ ഇങ്ങനെ സ്ക്വയർ ഇവിടെ x ഈ എക്സ് പുറത്തെടുത്തില്ല. ഇല്ല ഇല്ല പ്ലസ് കണ്ടില്ലേ? പുറത്തെടുത്തില്ല. നോക്കിക്കേ, അല്ല, പിന്നെ എന്തിനാ അവിടെ ഇത് ഞാൻ x into x സ്ക്വയർ പ്ലസ് z അല്ലേ വരുള്ളൂ. അപ്പൊ ഇവിടെ എന്താ വരുള്ളൂ? പ്ലസ് അല്ലേ വരുള്ളൂ. ഇവിടെ നോക്കണ x z into x സ്ക്വയർ z. അപ്പൊ ഇവിടെ പ്ലസ് അല്ലേ വരുള്ളൂ. ഇവിടെ നമ്മൾ മൈനസ് ആയിട്ടാ വന്നത്, ഇവിടെ പ്ലസ്. അപ്പൊ അടിയിൽ എന്താകും? മൈനസ്. ഇതിൽ നിന്ന് y മൈനസ് z കോമൺ പുറത്തെടുക്കാം. എല്ലായിടത്തും y മൈനസ് z ഇല്ലേ? ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? Y plus Z. y മൈനസ് z. ഇവിടെ നിന്ന് y മൈനസ് z പുറത്തെടുക്കാം. ബാക്കിയുള്ള ടേംസ് എല്ലാം ബ്രാക്കറ്റിലേക്ക് എന്നാണ്. ഐഫോണാണ്. 65,000 40,000 നിന്ന കാശ് അത് കഴിഞ്ഞിട്ടല്ലോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആ പ്ലസ് അല്ലേ മൈനസ്? അത് മൈനസ് ഇങ്ങനെയാണോ വന്നത്? മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് അത് അതിന്റെ മുകളിലത്തെ കേട്ടോ. അപ്പൊ അത് ഇതിന്റെ ബാക്കിയാണ്. ഇതെന്തായിരുന്നു? ആ സ്റ്റെപ്പ് എന്തായിരുന്നു? y മൈനസ് z. ഈ സ്റ്റെപ്പ് എഴുതിയല്ലേ നിങ്ങൾ? എഴുതുന്നല്ലോ. ഇതിൽ നിന്ന് പുറത്തെടുക്കാം കേട്ടോ. അല്ല, പുറത്തെടുത്ത് y മൈനസ് z. ഇനി ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള സിംപ്ലിഫൈ ചെയ്യാം. ഞങ്ങളുടെ സ്കൂളിൽ റേഡിയോ സ്റ്റേഷൻ ഉണ്ട്, അവിടെ വണ്ടി എന്റെ സ്കൂളിലും റേഡിയോ സ്റ്റേഷൻ. ഈ മൊത്തം കോപ്പി ആര് കോപ്പി ചെയ്തു? ഞാൻ അവിടെ ഇൻക്ലൂഡ് ചെയ്തു. ഗൂഗിളിൽ മൊത്തം എഴുതി. ഇത് ഓടിച്ചതിന് വരില്ല. വീട്ടിൽ പോകാം. നമുക്ക് 6 മണിക്ക് നിർത്താം. ഇനി x മൈനസ് y വരുന്ന വിധത്തിൽ ഇത് ആദ്യത്തെല്ലാം ഓപ്പൺ ചെയ്ത് നോക്കി ഇവിടെ. എന്നിട്ട് കോമൺ ടൈംസ്
ഒരുമിച്ച് x minus y ആണെങ്കിൽ x z minus y z വെക്കണം. x minus y വരണം അതിന്റെ ഉള്ളില്. ആ ബ്രാക്കറ്റിന്റെ സ്ക്വയർ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ x y minus y ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വേണം. x y ഈ ടേമിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് നോക്കിയേ. രണ്ടോടത്തെ ഒരുമിച്ച് എഴുതി. -6 പുറത്തെടുക്കണം. നോക്കിക്കേ. ഇത് നോക്കിയോ? കിട്ടിയാറുണ്ട്. അല്ല ഞാൻ അവിടെ ചെന്ന് നിൽക്കുന്നത് ഇത് നോക്കണം അവിടെ തല. അല്ല ഞാൻ ഇന്നൊരു കോമൺ എടുത്തു എന്നിട്ട് ബാക്കിയൊന്നും പോയില്ല അത്രേ ഉള്ളൂ. ഇവിടെ റിസൾട്ട് കോമൺ ആ ആണ്. x minus y കിട്ടി അതിന്റെ -6 പുറത്തെടുത്തപ്പോ x minus y കിട്ടി. മൈനസ് പുറത്തെടുക്കുന്നു. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഒരു minute. ഇതാ ഓക്കെ Miss ഇത് homework ചെയ്യാം. ഞാൻ ചിന്തയാണ് എടാ, ഇത് homework. ആ ഇത് homework. ഞാൻ miss homework വിട്ട് പോയി food ഒക്കെ കഴിച്ചു. മൈനസ് എക്സ് പ്ലസ് എക്സ് മാത്രം എടുത്താൽ മതിയോ? പ്ലസ് എക്സ് മാത്രം പുറത്തെടുത്താൽ മതി. പ്ലസ് എക്സ് പുറത്തെടുക്കുകയാണെങ്കിൽ മൈനസ് എക്സ് വരും. അപ്പൊ -6 പുറത്തെടുക്കണം. y എവിടെ വന്നേ? അല്ല x y ഇല്ലേ? x y x y ഉണ്ടായിരുന്നോ? x y ഉണ്ടായിരുന്നു. y ആയിരുന്നോ? Miss നമുക്ക് ഇത് skip ചെയ്യാം. ഒരു ടൈം വിട്ടോ അപ്പൊ ഞാൻ അതാണ്. ആ x y ഇതല്ലേടാ x y into y plus z ഉണ്ടായിരുന്നു. ഇത് x y ആണല്ലേ. അത് മൈനസ് എക്സ് കിട്ടും. അപ്പൊ y minus x. മൈനസ് എക്സ് നമുക്ക് ഉണ്ട്. -y ആ നമുക്ക് x minus വരാൻ വേണ്ടി y വരാൻ വേണ്ടിട്ട് -x കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓ ഇനി ഇതിന് x minus y കൊടുത്തിട്ടുണ്ട്. ആ അതെടുത്തു. x minus y വരാൻ വേണ്ടിട്ടാണ് -x കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്ത് കിട്ടി? അപ്പൊ ആ, x minus z into x minus y into z minus y. ഇനി അതിന് പുറത്തെടുത്തേ. ഇതിന് എന്ത് കൊടുത്തിട്ടുണ്ട്? x minus y കൊടുത്തിട്ടുണ്ടേ. ബാക്കിയുള്ള ആരാളത്? z minus x. അപ്പൊ അതിൽ ആൻസറിലോട്ട് എത്തിയില്ലേ? ജീവിതത്തിൽ എവിടെ ആരാടാ? എന്റെ ജീവിതത്തില് അല്ല ഇതൊക്കെ എവിടെ ഉപയോഗിക്കുന്ന ഇതാണ് ഫൈനൽ ആൻസർ. ചായക്കടയിൽ പോയി ടീ മേടിക്കണമെങ്കിൽ ഇത് പറഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ പഠിക്കുന്ന ആൾക്കാരല്ലേ? മാഡം നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ അവനാണ് ഏറ്റവും ഇത് പഠിക്കാൻ. മാഡം 10ാം ക്ലാസ്സിൽ ഞാൻ എ പഠിച്ചാണ്. എനിക്ക് എന്തൊക്കെയാ അറിയാം. പക്ഷേ ഒന്നും അറിയില്ല. എടാ, അതൊന്നും അല്ല, അത് തുടക്കാണ്. ഇത് വരാൻ പോകുന്നത്. എന്നാലും അതിലൊന്നും പറഞ്ഞില്ല. എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടികളോട് ഇതിനും വലുതൊക്കെയാണ് ചെയ്യണം നിങ്ങള്. ആൻഡ് ചേച്ചി ഡാറ്റ സയൻസ് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ചോദിച്ചിട്ടുണ്ട്. അമ്മേനെ ചോദിക്കില്ല ചിലപ്പോ. അല്ല ചോദിച്ചു. ഇവ ഷെഫാക്കിയുടെ സാലഡ് ഒരു മൈക്രോ ഏതെടുത്തേത്? ചേട്ടാ ആ ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ ക്വസ്റ്റ്യൻ എക്സാമിന്
ഫസ്റ്റ് ബാച്ച് ടീച്ചേഴ്സ് ഒന്നും അറിയില്ല. The chef plans കേക്ക്. Chef plan കേക്ക്. How to boil an egg? Throw in a microwave. അടുത്ത ദിവസം എക്സാം ഇടൂടെ ഇതിനാ? ഈ ക്വസ്റ്റ്യൻ നേരത്തെ പറയൂ. ഏത് ക്ലാസ്സിലാണ് പറഞ്ഞില്ല? മാഡം സമ്മർ വെക്കേഷൻ ആണ്. നല്ലപോലെ പോട്ടെ പ്ലീസ്. നല്ലോണം ഉറങ്ങണം. നല്ലപോലെ പോട്ടെ. സ്പോയിൽ ചെയ്യണ്ട. നമുക്ക് ഓപ്പണിംഗിന്റെ അന്ന് ടെസ്റ്റ് ചെയ്യാം. അപ്പൊ അമ്മേനെ വരില്ല പിന്നെ. അന്ന് ഞാൻ പിന്നെ അടുത്തത് അഡ്ജോയിന്റ് ഓഫ് മെട്രിക്സ് ആണ് കേട്ടോ. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താണ് എങ്ങനെ കണ്ടുപിടിക്കാം? അഡ്ജോയിന്റ് കോഫാക്ടർ കണ്ടുപിടിക്കാം ആദ്യം. എന്നിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുക്കാം. കോഫാക്ടർ മെട്രിക്സ് ആക്കി എഴുതണം. ഓരോ എലമെന്റിന്റെ കോഫാക്ടർ അതനുസരിച്ച് മെട്രിക്സ് ആക്കി എഴുതാം. എന്നിട്ട് അതിന്റെ എന്തെടുക്കണം? ട്രാൻസ്പോസ് എടുക്കണം. 6 ഉണ്ട്. മറ്റേ ഫോൺ വിളിക്കുമ്പോ പൈസ ഉണ്ടോ? ഞാൻ കോഫി നിങ്ങൾ എവിടെ ചായ കുടിക്കാൻ പറ്റിയ അഭിസാണ് കെയർ ബിക്കസ് എവിടെ? കെയർ ബിക്കസ് ഞാൻ എല്ലാ ദിവസവും അവിടെ എത്തും. എനിക്ക് അവരുടെ ആൾക്കാർക്ക് അറിയാം. അവരെ വാർത്ത കണ്ടറിയാലോ. അല്ല അവർക്ക് ആൾക്കാർക്ക് അറിയാം. നീ പാത്രമുള്ള കഴിയും. അവരുടെ പാത്രം കണ്ട എനിക്കറിയാം. അങ്ങനൊന്നുമില്ല. 2/3 മെട്രിക്സിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്ത്? അഡ്ജോയിന്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് ഇന്റർചേഞ്ച് ദ ഡയഗണൽ എലമെന്റ്സ്. ഡയഗണൽ എലമെന്റ്സ് എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യണം. അപ്പൊ ഇവിടെ എന്ത്? ഇവിടെ 4 ഇവിടെ 2 ആൻഡ് ചേഞ്ച് ദ സൈൻ ഓഫ് ദീസ് എലമെന്റ്സ്. അതായത് ഈ എലമെന്റ്സിന്റെ സൈൻ മാറ്റണം. അപ്പൊ ഇവിടെ പോസിറ്റീവ് ആയിട്ട് അപ്പുറത്ത് എന്തായിരിക്കുള്ളൂ? -3. ഇത് എന്തായിരിക്കുള്ളൂ? -1. ഇങ്ങനെയുള്ളതെല്ലാം പഠിപ്പിക്കല്ലേ? ഇതൊക്കെ എളുപ്പമാണല്ലേ? ഇങ്ങനെയാണ് 2/3 മെട്രിക്സിന്റെ എന്ത് കാണുന്നത്? അഡ്ജോയിന്റ് കാണുന്നത്. 3/3 മെട്രിക്സ് 3/3 മെട്രിക്സ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് ഇതൊന്ന് എഴുതിയെടുത്തോ. ഇതെന്താ ചെയ്തു എനിക്ക് മനസ്സിലായില്ലോ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഡയഗണൽ എലമെന്റ്സ് ഇന്റർചേഞ്ച് ചെയ്തു. എന്റെ മറ്റേതിന്റെ ഇതിന്റെ സൈൻ മാറ്റണം. അത്രേ ഉള്ളൂ. ഇവിടെ 3 ആണോണ്ട് അവിടെ -3, ഇവിടെ 1 അവിടെ -. അല്ലാണ്ട് വേറെ കോംപ്ലിക്കേറ്റ് ഇങ്ങനെ വേണ്ട. അതൊന്നുമില്ല. ഇനി വേണമെങ്കിൽ നിനക്ക് മാത്രം അങ്ങനെ ചെയ്യാം. അല്ല കുഴപ്പമില്ല. അല്ലെ മൈനർ കോഫാക്ടർ കണ്ടുപിടിച്ചിട്ട് തിരിച്ച് അങ്ങനെ ചെയ്യാട്ടെ. അപ്പൊ 3/3 3/3 എന്തോ കോഫാക്ടർ എടുത്ത് ചെയ്യണം. ഏതെടുത്താ? ഏതെടുത്താ? വരച്ച് വെച്ചോളാം. എനിക്ക് മനസ്സിലാവുന്ന വരച്ച് വെച്ചു. അടുത്തത് 4.5-ല് ക്വസ്റ്റ്യൻ നമ്പർ 1 and 2. അഡ്ജോയിന്റ് കണ്ടുപിടിക്കാനാണ് 4 1 and 2. എന്നെ വിളിക്കാനാണ്? അഡ്ജോയിന്റ്. ഞാൻ എന്റെ പേര് വിളിച്ചിട്ടുണ്ട്. എന്റെ പേര് വിളിച്ചിട്ടുണ്ട്. നിന്റെ പേരെന്താ? അച്ഛന്ത്. ഏ? അച്ഛന്ത്. ഐഡി കാർഡില്ല. അച്ചു അല്ല അച്ഛന്ത്. ശരിയായിട്ട് വിളിച്ചോ? ശരിയായിട്ട് വിളിക്കാൻ നല്ലപോലെ വിളിക്കാം. നല്ലപോലെ വിളിച്ചു. നീ ഇംപ്രൂവ് ആയി. ഞാൻ
3/2 നമ്മൾ ആദ്യം ഓടെ M11 കിട്ടി. പിന്നെ അതായത് എന്താണ് പഠിക്കുന്നത് അജുവിനെ വിളിക്കാം. അതെന്താ A1. എന്നിട്ട് അതെല്ലാം മെട്രിക്സ് ആക്കി എഴുതണം. A11 A12 എല്ലാം എന്നിട്ട് അതിന്റെ ട്രാൻസ്പോർട്ട് എടുക്കുക. അപ്പോൾ റോ കോളവും കോളം റോ ആകും. അത്രേ ഉള്ളൂ. എന്നിട്ട് ഡബിൾ വിളിച്ചാൽ ഇന്റെ ക്ലാസ്സിൽ എന്തോ വരണം. ക്ലാസ്സിൽ എന്തോ നിങ്ങളുടെ അതിന്റെ ബാക്കിയുണ്ട്. അതിന്റെ തന്നെ ഓർമ്മയുണ്ടോ? റിലേഷൻസ് ഓർമ്മയുണ്ട്, ഫങ്ഷൻസ് സിഗ്നം ഫങ്ഷൻ പ്ലസ് വണ്ണിൽ അഡ്മിഷൻ എടുത്താ പിള്ളേര് ക്ലാസ് തുടങ്ങിയോ? ഇല്ല, അത് ജൂണില്. ആരെങ്കിലും 10ാം ക്ലാസ്സിൽ ബോഡീസ് വെക്കേഷൻ ക്ലാസ് ആറര വരെ ചെയ്തു പതിയെ എഴുതാൻ അല്ലെ എക്സാം എഴുതാം. ആ തിയറോ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞെന്താ 4 തിയറോ നീ കേട്ടില്ലേ? നീ അവിടെ മാട്രിക്സിന്റെ 4 തീരാ അതല്ലേ? മാട്രിക്സിന്റെ 4 തീരല്ലേ? ഇത് ചെയ്തോളാം. നിങ്ങൾക്ക് ICT യൂസ് ചെയ്ത് പഠിപ്പിക്കാറുണ്ടോ? ICT എന്ന് പറഞ്ഞാൽ ടെക്നോളജി യൂസ് ചെയ്തിട്ട് എന്താ പഠിക്കാൻ? പ്രൊജക്ടറൊക്കെ വെച്ചിട്ട് കാണിച്ചിട്ട് പഠിപ്പിക്കാം. ഇല്ല, നമുക്ക് സ്ക്രീൻ ഉണ്ട്, വലിയ ടെക്സ്റ്റ് ബുക്കിന്റെ PDF അല്ലാണ്ട് വീഡിയോസ് ടാറ്റ ക്ലാസ്സിന്റെ എന്താ പാർട്ണർഷിപ്പ് ഉണ്ടോ? വീഡിയോ ഒക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് 11th പ്രൊജക്ടർ ഉണ്ടാവും. നല്ലതാണ്. എന്റെ PPT ബയോളജി PPT ഇട്ട് വായിച്ചു പഠിക്കുമല്ലോ. അല്ല കാണിക്കായിരുന്നു. ഞാനായിരുന്നു കോപ്പറേറ്റ് ഇന്നലെ ഉണ്ടായിരുന്നു ട്യൂഷൻ. ഫിസിക്സ് ഒക്കെ എന്താ ഒരു അപ്ലൈനോ? ജസ്റ്റ് മിസ് ട്യൂസ്ഡേ ആണ് ഫിസിക്സ്. ഞാൻ ശബരിമലക്കാണ് ബുധൻ വെനസ്ഡേ ദിവസത്തെ ജസ്റ്റ് മിസ്. ചെയ്താ നീ വന്നില്ലല്ലോ ചെയ്തേ. മിസ് ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ വീട്ടിൽ പോക്കോട്ടെ. അത് കഴിഞ്ഞിരിക്കും. ഇന്നലെ നേരത്തെ വിട്ടല്ലോ. അതൊരു 2 ചോദിച്ചോട്ടെ. ആ ചോദിച്ചു ഇന്നലെ നമ്മള് അല്ല ഇന്നലെ നേരത്തെ എല്ലാ ചാപ്റ്റർ കഴിഞ്ഞു. കറക്റ്റാണോ? എനിക്കറിയില്ല. കണ്ടുപിടിച്ചാ നോക്കിയേ സൈൻ എനിക്കല്ല നോക്കി കറക്റ്റാണ് നോക്കി എനിക്ക് പേടിയായിരുന്നു. ഇൻവെർട്ടിബിൾ മാട്രിക്സ് എന്തായിരുന്നു? ക്ലാസ്സില്ല. ഇൻവെർട്ടിബിൾ മാട്രിക്സ്
ഇൻവേർട്ടബിൾ മെട്രിക്സാ നമ്മൾ മെട്രിക്സിന് ഇൻവേർട്ട് ചെയ്തിട്ട് എഴുതുന്നത്. റോ കോളക്ഷൻ ഇല്ലേ? ഏ? റോ കോളക്ഷൻ ഇല്ലേ? അത് transfer. അത് ട്രാൻസ്പോസ്. ഓ ഇൻവേർട്ട് എന്ന് വെച്ചാൽ സയൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഏ? സൈൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അല്ലല്ല, ഇൻവേർട്ടബിൾ മെട്രിക്സ് എന്ന് പറയുന്നത് ഇൻവേഴ്സ് മെട്രിക്സസ് ഇല്ല. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഞാൻ ഇല്ലാത്ത അതായത് ഒരു മെട്രിക്സിന് നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതെന്താണ് ഇൻവേർട്ടബിൾ മെട്രിക്സ് ആയിരിക്കും. അത് അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഇൻവേഴ്സ് ഇല്ലാത്ത മെട്രിക്സ് എങ്ങനെ? a equal to I. ആ അപ്പോൾ മെട്രിക്സ് തന്നാൽ അതെങ്ങനെ ഇൻവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കും? ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ റോ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത് പഠിക്കില്ല. പക്ഷെ അത് നിങ്ങൾക്ക് സിലബസിൽ ഇല്ല. റോ ട്രാൻസ്ഫോർമേഷൻ, കോളം ട്രാൻസ്ഫോർമേഷൻ ഞാൻ പഠിപ്പിച്ച് ജസ്റ്റ് തുടങ്ങിയായിരുന്നില്ലേ? അത് ചെയ്താൽ കണ്ടുപിടിക്കും. അല്ലാണ്ട് കണ്ടുപിടിക്കാറുണ്ടോ? അതിപ്പോ വരും അഡ്ജോയിന്റ് വെച്ചിട്ട്. എനിക്ക് എന്തോ കിട്ടിയത് ഓക്കെ എനിക്ക് ഞാൻ പറയട്ടെ. 3 1 -11 12 5 -1 അയ്യോ നിങ്ങളായിക്കോട്ടെ 6 2 5 ഓക്കെ. അഡ്ജോയിന്റ് കിട്ടിയാ മെട്രിക്സ് -4 ആണല്ലോ. മെട്രിക്സ് ആക്കി എഴുതിയാ നിങ്ങള്. എന്നിട്ട് അതിന്റെ ട്രാൻസ്പോസ് എടുക്കാം. ഇല്ല ശരിയാണ്. ഇത് -1 ആണ്. എന്നെ തെറ്റിക്കട്ടെ. കറക്റ്റ് സാധനം വായിച്ചു തന്നെ. 3 3 3 ശരിയാ. ട്രാൻസ്പോസ് അല്ലേ? അത് 3 1 10 10 -11 -11 ആണ്. മൈനസ് എന്താ? ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴേ കിട്ടുള്ളൂ കേട്ടോ. അഡ്ജോയിന്റ് ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോഴല്ലേ? ആ ഫൈനാൻസ് ചെയ്ത് കിട്ടിയാടാ. എടാ കിട്ടിയാ? അവന്റെ കിട്ടാനായതാ? കഴിഞ്ഞില്ലേ? അയ്യോ 6 ആരെ കാലം എന്നാ പോവോ? അയ്യോ ഞാൻ അടുത്തൊരു വെരിഫിക്കേഷൻ ആണ് കേട്ടോ. A into adjoint of A. അല്ലെങ്കിൽ it is equal to adjoint of A into A. It is equal to A into I ആണ് കാണിക്കുന്നത് കേട്ടോ. ഡിറ്റർമിനന്റ് ഓഫ് A into I അല്ലേ? ഡിറ്റർമിനന്റ് ഓഫ് A ഇല്ലേ? അപ്പൊ ആദ്യം നമ്മൾ A adjoint of A കണ്ടുപിടിക്കണം. എന്നിട്ട് A കൊണ്ട് A കണ്ടുപിടിച്ചിട്ട് adjoint of A ആയിട്ട് മൾട്ടിപ്ലൈ. ഇതേ ഓർഡറിൽ തന്നെ എഴുതണം കേട്ടോ. ഓർഡർ മാറിപ്പോയി തെറ്റി. അതുപോലെ തിരിച്ച് കണ്ടുപിടിക്കണം. അത് ഈക്വൽ ടു ഇതാണ് 2/2 മെട്രിക്സ് ആ ചെറുപ്പം. 4 ആണല്ലോ. എനിക്ക് വേണ്ട അവന് കൊടുക്കണം. ഉണ്ടാകുന്നതാണ്. ഞാൻ ഉണ്ട്. ഇല്ല ഞാൻ വെറുതെ പറഞ്ഞ ഞാൻ ക്വസ്റ്റ്യൻ നമ്പർ 4 ഉണ്ടാന്ന് ചോദിച്ചാൽ
പെട്ടെന്ന് കിട്ടിയോ അത് അതിന്റെ ആവശ്യമില്ല. ചുമ്മാ 2 നമുക്ക് ആ. അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടിയപ്പോ 2 6 or 12 minus 12 6 2 4 അത് വെരിഫൈ ചെയ്യാം. A into adjoint of A equal to determinant of A into A. കിട്ടി ഫുള്ള് സീറോ അല്ലേ ഫുള്ള് സീറോ അല്ല. അത് മാത്രം ഈ ക്വസ്റ്റ്യൻ മാത്രം. മൊത്തം സീറോ അല്ലേ വരുന്നത്? ആദ്യത്തെ രണ്ടെണ്ണം സീറോ അല്ലേ? അതെ എനിക്കാണ് എനിക്ക് ആദ്യത്തെ അവസാനം 2 3s are 6. ആ 3 minus 4 എന്താ കിട്ടി പോയാ അല്ല എന്നാലും സീറോ ആവില്ല. ഒരു 2 by 2 matrix determinant എങ്ങനെയാണ്? എടാ 2 into 6 minus 3 into minus ഡിറ്റർമിനന്റാ? ആ ശരി 2 into 6. A into എന്റെ ദൈവമേ. എടാ ഞാൻ ചെയ്ത കറക്റ്റ് ഡയഗണൽ എലമെന്റ്സ് മാറ്റി. ഈ ഒരു ഭാഗം ഡിറ്റർമിനന്റ് എത്ര കിട്ടി? ഡിറ്റർമിനന്റ് 24. 24 ന്റെ ഐഡന്റിറ്റി മാട്രിക്സ്. Yes. 24 ആണ് കിട്ടിയത്. Yes, 24. കറക്റ്റ് 24 ആണോ എനിക്ക്? അതൊക്കെ തെറ്റാണ്. 2 3s are 6 ആ, okay, okay. plus 24 ആണ് ഡിറ്റർമിനന്റ് 2 3 6 24 ആണ് ശരി, 2 6 are 12. അഡ്ജോയിന്റ് എന്താ കിട്ടി? പ്ലസ് 3 12. ആ. ഒരു 2 into മൈനസ് ഇത് മൈനസ് 3 അല്ലേ? മാഡം അത് 6 അല്ല അത് മൈനസ് 6 ആണ് 2 3 മൈനസ് 4 മൈനസ് 6 ആണ് -4 മൈനസ് 6 ആണ് എന്താണ്? വെരിഫൈ കൊടുത്തിരിക്കുന്നത് ടെക്സ്റ്റില് 2 3 മൈനസ് 4 മൈനസ് 6 ആണ് കൊടുത്തിരിക്കുന്നത് ഓന്റെ എന്നാലും അങ്ങനെ തന്നാലും കിട്ടുമല്ലോ. അതെ ആ നീ 6 ചെയ്തോ? ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര കിട്ടിയ ഡിറ്റർമിനന്റ് എത്ര കിട്ടിയ? ഞാൻ മൈനസ് 6 ഇട്ട് ചെയ്തപ്പോ എനിക്ക് ഡിറ്റർമിനന്റ് 0 ആയിട്ട് ഇത് തന്നെ കിട്ടി. നിങ്ങൾക്ക് എന്താ കിട്ടിയ? 6 ചെയ്തപ്പോ ആ ഇത് തന്നെ 24 ന്റെ ഐഡന്റിറ്റി മാട്രിക്സ് 24. Yes. നിങ്ങൾക്ക് എത്ര കിട്ടി? ഞാൻ 2 into മൈനസ് 6 മൈനസ് 3 into മൈനസ് 4 ഇത് വീട്ടിൽ പോകട്ടെ. ആ. 12 മൈനസ് മൈനസ് 4 into 3 മൈനസ് 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 പ്ലസ് ആവൂലേ? അത് 0. ആ 0 അല്ലേ? പേടിക്കണ്ട 0 equal to LHS equal to 0 RHS equal to 0. അതിന്റെ നിങ്ങൾക്ക് എത്ര കിട്ടിയ? 24 ആ ഇനി അഡ്ജോയിന്റ് കണ്ടുപിടിച്ചാ? അഡ്ജോയിന്റ് എത്ര കിട്ടിയ? അഡ്ജോയിന്റ് ഓഫ് And 6 minus 3 4 2 ആ 6 minus 3 ആ ഇനി a ന്റെ അഡ്ജോയിന്റ് ഓഫ് a വെച്ച് മൾട്ടിപ്ലൈ 24 ആയി. 24 എത്ര കിട്ടി? 24 ആയി. 24 ന്റെ ഐഡന്റിറ്റി. Yes. ആ 24 ന്റെ ഐഡന്റിറ്റി. അപ്പോൾ അതല്ല നമുക്ക് ഫൈനൽ റിസൾട്ട് കണ്ടുപിടിക്കാനുള്ളത്. മിസ് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? LHS into 0 equal to 0, RHS into 0 equal to 0, 0 LHS equal to RHS 0. ആ 0 ആണെങ്കിൽ പോയി അങ്ങനെ ചെയ്തിട്ടുണ്ടാക്കുന്നതാണ്. ഇതൊക്കെ സ്ക്വയർ മാട്രിക്സ് A is to be singular. ഒരു മാട്രിക്സ് സിംഗുലാർ മാട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്തായിരിക്കുള്ളൂ? ഡിറ്റർമിനന്റ് ഓഫ് A 0 ആയിരിക്കും. അതായത് ഒരു A എന്ന് പറയുന്ന സ്ക്വയർ മാട്രിക്സ് അതിന്റെ ഡിറ്റർമിനന്റ് ഓഫ് A എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? സിംഗുലാർ മാട്രിക്സ് എന്ന് പറയും. എന്താ? സിംഗുലാർ മാട്രിക്സ്. നോൺ സീറോ ആണെങ്കിലോ
നോൺ സിംഗുലാർ മാട്രിക്സ്. ഒന്ന് എഴുതിയെടുത്തത് ഡെഫിനിഷൻ ആയിട്ട് എനിക്ക് എ മെട്രിക്സ് A is said to be singular if determinant of A is equal to 0. A square matrix is equal to A square matrix A is said to be singular if determinant of A is equal to 0. If a square matrix A is said to be non-singular, determinant A is not equal to 0. Check whether the following matrix is singular or non-singular. Check whether the following matrix is singular or non-singular. Non-singular. -2. -2 not equal to 0. നോൺ സിംഗുലർ. അടുത്തൊരു തിയറം ആണ് എ ബി നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എ ബി നോൺ സിംഗുലാർ മെട്രിക്സ് ആണെന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0. അപ്പൊ ഇങ്ങനെ നോൺ സിംഗുലാർ മെട്രിക്സിന് എ ബിയും ബി എയും എന്തായിരിക്കുള്ളൂ? എ ബിയും ബി എയും നോൺ സിംഗുലാർ ആയിരിക്കുള്ളൂ. എ ബി എന്ന് പറഞ്ഞാൽ എന്താ? എനെയും ബിനെ മൾട്ടിപ്ലൈ ആണ്. ബി എ അപ്പൊ ഇത് രണ്ടും എന്തായിരിക്കുള്ളൂ? അത് നോൺ സിംഗുലാർ ആയിരിക്കും. അത് ഈക്വൽ ആണ്. ഈക്വൽ ആയിരിക്കില്ല. അത് നമ്മൾ അടുത്ത് പഠിച്ചില്ലേ? Not commutative. അടുത്തൊന്ന് എനിക്ക് തിയറം ഇന്നത്തെ 2 ആ 1 ഏതാ? 1 നമ്മൾ അടുത്ത് പഠിച്ചാണ്. തിയറം 1 ആണ് നമ്മൾ നേരത്തെ ഇതിന് മുമ്പ് ഒരു പ്രോബ്ലം ചെയ്തില്ലേ? അത് തിയറം 2. If A and B are non-singular matrices of same order, then AB and BA are also non-singular matrices of the same order. അടുത്തത് നമ്മുടെ പേന പോയിക്കോ. determinant of AB equal to determinant of A into 0 ആണോ? 0 വരും. അല്ല 0 ആണോ? ആ തിയറം 3 ഒരെണ്ണോട് പറഞ്ഞു പോയിക്കോ. ലാസ്റ്റ് ഇത് എഴുതിയാ? അടുത്ത തിയറം Theorem 4. A square matrix A is invertible. ഒരു മെട്രിക്സ് സ്ക്വയർ മെട്രിക്സ് ഇൻവെർട്ടിബിൾ ആവണമെങ്കിൽ if and only if A is non singular matrix. A square matrix A is said to be a square matrix A is invertible if and only if A is non singular. അപ്പോൾ നോൺ സിംഗുലർ ആയിട്ടുള്ള മെട്രിക്സിന് മാത്രമേ എന്താ ഉണ്ടാവുള്ളൂ? ഇൻവേഴ്സ് മെട്രിക്സ് ഉണ്ടാവുള്ളൂ. ഇൻവെർട്ടിബിൾ എന്ന് പറഞ്ഞാൽ എന്താ? ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കില്ലേ? ആ ഒരു പ്രോസസ്സാണ് കേട്ടോ. അപ്പൊ അതിന്റെ തീർന്ന് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അടുത്ത ക്ലാസ് എടുക്കാം. കോട്ടെ.